അടുത്തതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പഠിപ്പിച്ചിരുന്നോ? 4 സുവിശേഷകന്മാരും യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നും യേശുവിനെ മരിച്ചവനായി അടക്കം ചെയ്തു എന്നും അത് അരിമത്യയിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നും അത് പൊന്തിയോസ് പീലാത്തോസിന്റെ സമയത്താണ് സംഭവിച്ചത് എന്നും അടിസ്ഥാനപരമായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം എവിടെ വൈരുദ്ധ്യം? വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഒന്നാമതായിട്ട് ഇങ്ങനെ പറഞ്ഞു, അതൊരു സുവിശേഷകൻ എഴുതി, വേറൊരു സുവിശേഷകൻ ഇങ്ങനെ എഴുതി. ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഒന്നാമതായിട്ട് ലോകത്തോടായിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ? എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിച്ചുകൂടെ? അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൂടെ? അതിനുശേഷം പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ? അത് സാക്ഷിമൊഴികളുടെ വൈരുദ്ധ്യമാണോ വ്യത്യാസമാണോ? വ്യത്യാസമാണ്. ബുദ്ധിയുള്ള ഒരല്പമെങ്കിലും ജ്ഞാനമുള്ള എല്ലാവരും പറയും വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതിനകത്ത് വൈരുദ്ധ്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്നുള്ളത് 136 വാക്യങ്ങളിൽ പുതിയ നിയമത്തിൽ അന്തർലീനമാണ്. 136 വാക്യങ്ങൾ പരിശോധിച്ചാലും ഒരൊറ്റ വാക്യത്തിൽ പോലും ഒരു വൈരുദ്ധ്യമായിട്ടുള്ളൊരു കാര്യമില്ല. എന്നാൽ 4 ആയത്തുകൾ മാത്രം ഉദ്ധരിക്കുമ്പോൾ അതിൽ നിന്ന് 5 തിയറിയാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാ അപ്പോൾ വൈരുദ്ധ്യം? ആരിലാ വൈരുദ്ധ്യം? ഏത് ഗ്രന്ഥത്തിലാ വൈരുദ്ധ്യം? നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ കൂടാതെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഈസായെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തതായ യൂതന്മാരെ നോക്കിക്കൊണ്ട് ഹവാരികൾ ഒരുവനായിരിക്കുന്ന ശീമോൻ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അതെന്താണ് പറയുന്നത്? നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശു. ആരോടാ പറയുന്നത്? അവിടെ യഹൂദന്മാർ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുചെന്ന യഹൂദ പ്രമാണികളോടാണ്. അവിടെ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? അപ്പോൾ അവര് ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത ആളുകള് അയ്യോ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ല. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ട് MM അക്ബർ സാഹിബിന്റെ ഒരു മറുപടി ഞാൻ പറയാം. എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ഇതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നു എന്ന് അർത്ഥം അതിന് പറയാൻ പറ്റും. വൈരുദ്ധ്യം ഇല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് അതിൽ വൈരുദ്ധ്യം ഇല്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് മനസ്സിലാക്കാം. തൗബ 30-ാം വാക്യത്തില്, തൗബ സൂറത്ത് 9-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹി എന്ന് പറയുന്നു. യഹൂദൻ ഏതെങ്കിലും കാലത്ത് ഉസൈർ എന്ന് പറഞ്ഞാൽ യസ്രാ പ്രവാചകൻ, അത് ക്രൈസ്തവർക്ക് വേണ്ടിയാണ് അത് പറയുന്നത്. യസ്രാ പ്രവാചകൻ, യസ്രാ എന്ന് പറയുന്ന ശാസ്ത്രി ഏതെങ്കിലും കാലത്ത് ദൈവപുത്രനാണെന്ന് ഏതെങ്കിലും യഹൂദൻ വിശ്വസിച്ചിട്ടുണ്ടോ? അവന്റെ ഏതെങ്കിലും തോറയിലോ തൽമൂദിലോ മിഷ്നയിലോ മിദ്രാഷിലോ അതിനുള്ള സൂചനകൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ആ പറഞ്ഞതൊരു വ്യാജ പ്രസ്താവനയല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഖത്തിന കർമ്മം അല്ലെങ്കിൽ പരിച്ഛേദന എന്ന കർമ്മം ഖുർആനിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ അത് മനുഷ്യനിർമ്മിതമായ കൽപ്പനയല്ലേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബഹുമാന്യനായ സുഹൃത്ത് സോളമൻ മാസ്റ്റർ പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാ 82-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വന്നാൽ അത് ദൈവികമല്ല എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു എന്നുള്ള വസ്തുത അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. പരിശുദ്ധ ഖുർആനിൽ ഒരു വൈരുദ്ധ്യവുമില്ല.
ഖുർആൻ അവർ ചിന്തിക്കുന്നില്ലേ, പരിശുദ്ധ ഖുർആൻ എങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഖുർആനിൽ പറയുന്ന ഒരു പരാമർശത്തിന് ചരിത്രപരമായി തെളിവില്ല എന്ന്. ഖുർആനിൽ പറയുന്ന ഒരു പരാമർശത്തിന് ചരിത്രപരമായി തെളിവില്ല എന്ന്. എന്താ ചരിത്രപരമായി തെളിവില്ലാത്തത്? പരിശുദ്ധ ഖുർആനിൽ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 30-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വഖാലത്തിൽ യഹൂദു ഉസൈറു ബിനല്ലാഹ്, യഹൂദന്മാർ ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞു. അതിന് ചരിത്രത്തിൽ തെളിവില്ല, യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളിലൊന്നും തെളിവില്ല. യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളിലുള്ള തെളിവ് മാത്രമാണ് എന്റെ ബഹുമാന്യ സുഹൃത്ത് സ്വീകരിക്കുകയുള്ളൂ എങ്കിൽ, യഹൂദന്മാരുടെ ഗ്രന്ഥത്തിലുള്ള തെളിവ് അനുസരിച്ച് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം കള്ളനാണ്. യഹൂദന്മാരുടെ ഗ്രന്ഥത്തിലെ തെളിവാണ് സ്വീകരിക്കുകയുള്ളൂ എങ്കിൽ 2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ച യേശു ക്രിസ്തു എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ, അദ്ദേഹം കള്ളപ്രവാചകനാണ് എന്ന് മാത്രമല്ല, വ്യഭിചാരിണ്യത്തിലൂടെയുണ്ടായ പുത്രൻ കൂടിയാണ്. നഊദു ബില്ലാഹ്, മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. യഹൂദന്മാരുടെ ഗ്രന്ഥത്തിലെ തെളിവേ അദ്ദേഹം അംഗീകരിക്കുകയുള്ളൂ എങ്കിൽ അത് ആ ഗ്രന്ഥങ്ങളിലെ തെളിവനുസരിച്ച് യേശു ക്രിസ്തു ചെയ്തതായി പറയപ്പെടുന്ന പരിശുദ്ധ ഖുർആനിലും ബൈബിളിലെ പുതിയ നിയമത്തിലുമെല്ലാം പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങളിൽ എല്ലാം ആ അത്ഭുതങ്ങൾ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല അദ്ദേഹം. എന്ന് മാത്രമല്ല, അദ്ദേഹം ചില ചൊപ്പിടി വിദ്യകളുമായി ജനങ്ങളെ പറ്റിച്ചയാളാണ്. യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളിലെ തൽമൂദിലെയും മിഷ്നയിലെയും മിദ്രാഷിലെയും എല്ലാം തെളിവുകൾ ആ രൂപത്തിലുള്ളതാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട യഹൂദ ഗ്രന്ഥങ്ങളൊന്നും തന്നെ പൂർണ്ണമായി ഉപലബ്ധമല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഇത് ഞാൻ വളരെ കൃത്യമായി പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മദീനയിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർ, അവരിൽപ്പെട്ട ആരെങ്കിലും പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടപ്പോ, പരിശുദ്ധ ഖുർആനിലെ ഈ വചനം അവതരിപ്പിക്കപ്പെട്ട സമയത്ത്, ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല എന്ന്, ഞങ്ങൾ അത്തരം ഒരു വിശ്വാസവുമായി നടക്കുന്ന ആളുകളല്ല എന്ന്, ഞങ്ങൾ അത്തരം ഒരു വിശ്വാസം അഥവാ ഉസൈർ ഇബ്നുള്ളയാണ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞതായി, അക്കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ എതിർത്തതായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പോലും ഒരു സൂചന പോലുമില്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് ബഹുമാനമുള്ള സോളമൻ മാഷ് ചോദിച്ച ചോദ്യം ഇവിടെ നിങ്ങളെ അത് കാണിക്കുകയുണ്ടായി. ആ ചോദ്യം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പല സുഹൃത്തുക്കളും വന്നത്. അതുകൊണ്ട് ഇവിടെ നടന്ന ആദ്യ സംഭവങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ചില പ്രയാസങ്ങളൊക്കെ ഇടയ്ക്ക് അവർക്ക് ഉണ്ടാക്കണമെന്ന് തോന്നിയത്. അതിനകത്ത് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഖുറാനിൽ എസ്രായെ യഹൂദന്മാർ ദൈവപുത്രൻ എന്ന് വിളിച്ചിരുന്നു. എസ്രായെ യഹൂദന്മാർ ദൈവപുത്രൻ എന്ന് വിളിച്ചിരുന്നു. ബൈബിൾ പരമായിട്ട് എവിടെയെങ്കിലും അങ്ങനെ ഒരു തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് അക്ബറിക്ക കൊടുത്ത മറുപടി ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, അതിനെ ആരും എതിർക്കാഞ്ഞത് കൊണ്ട്, നബി തിരുമേനി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ വകയെ വന്നു കഴിഞ്ഞപ്പോൾ യഹൂദികളോ ക്രൈസ്തവരോ എതിർക്കാഞ്ഞത് കൊണ്ട് അത് സത്യമായിരിക്കാം. എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ പോക്ക്? എങ്ങനെയുണ്ട്? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മളതിനകത്തൊന്നും വലിയ ആശയങ്ങളൊന്നും പറയണില്ല. ചെറിയ ചെറിയ ആശയങ്ങൾ മതിയല്ലോ നമുക്ക് വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ. ഇനിയും ഈ ആയത്തുകളെ വീണ്ടും ഒന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. അതിലൊരു ആയത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. സൂറ മറിയം, അതായത് 19-ാം അധ്യായം, അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള ആയത്തുകൾ. ഈസാ മസീഹിന്റെ ജനനസമയത്ത് അള്ളാഹു മറിയമിൻ്റെ ഗുഹ്യഭാഗത്ത് ഊതി ഉണ്ടാക്കിയതായ ഈസ തൊട്ടിൽ കിടന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണമേ. ശിശു പറയുകയാണ്, ഈസ പറയുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു, എനിക്കവൻ വേദം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. എവിടെയായിരിക്കുമ്പോഴും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കാൻ എന്നോട് അനുശാസിച്ചിരിക്കുന്നു. അവൻ എന്നെ സ്വമാതാവിനെ നന്നായി പരിചരിക്കുന്നവനുമാക്കിയിരിക്കുന്നു. എന്നെ ക്രൂരനായ ദുഷ്ടനാക്കിയിട്ടില്ല. എൻ്റെ ജനനനാളിലും മരണനാളിലും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്ക് സമാധാനം. അള്ളാഹുവിൻ്റെ റസൂലെന്ന് ഇസ്ലാം പണ്ഡിതന്മാർ പ്രഘോഷിക്കുന്ന ഈസാ മസീഹ് ജനിച്ചപ്പോൾ തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞതായ കാര്യമാണ്. എന്താ പറഞ്ഞത്? എനിക്ക്
വേദം നൽകിയിരിക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ആരോടാ സംസാരിക്കുന്നത്? യൂതികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. തൊട്ടിൽ കിടക്കുന്ന ശിശുവാണ്, പ്രസവിച്ചിട്ടേ ഉള്ളൂ, അധികമായിട്ടില്ല. അപ്പം ഈ യേശുവിൻ്റെ മാതാവ് ദുർമാർഗത്തിലല്ല ഈ കുട്ടിയെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടി റസൂലിന് കൊടുക്കുന്ന ആയത്താണ്. അപ്പോൾ ഈ യഹൂദികളോട് ഈസ തൊട്ടിൽ കിടന്ന് പറയുകയാണ്, എന്ത്? ഞാൻ വേദം കൊണ്ടാണ് വന്നിരിക്കുന്നത്, എനിക്ക് വേദം നൽകിയിരിക്കുന്നു. ആരെങ്കിലും ആ വേദം കണ്ടിട്ടുണ്ടോ? അന്ന് ന്യായമായിട്ട് യൂതികൾ ചോദിക്കേണ്ടിയിരുന്നൊരു ചോദ്യമുണ്ട്, എവിടെയാ വേദം, ഒന്ന് കാണിച്ചാണി എന്ന് പറയേണ്ടിയായിരുന്നു. പറഞ്ഞില്ല. ഒന്നുകിൽ ഈസാൻ്റെ കയ്യിൽ ആ വേദം കാണണം, ഇല്ലെങ്കിൽ മറിയമ്മിൻ്റെ കയ്യിൽ കാണണം. ഈസായ്ക്ക് വായിക്കാൻ കഴിവായിട്ടില്ലല്ലോ, ശിശുവല്ലേ, തൊട്ടിൽ കിടക്കല്ലേ. അപ്പം മറിയമ്മിൻ്റെ കയ്യിലും ഉണ്ടായിരിക്കണമായിരുന്നു, അതില്ല. അപ്പോൾ ആ വേദം വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അപ്പോൾ വേദം നൽകിയിരിക്കുന്നു ഈസ കളവ് പറഞ്ഞിട്ടില്ലേ? ചിന്തിക്കണം നിങ്ങൾ കേട്ടോ. ഇനിയും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സക്കാത്ത് കൊടുക്കുവാനായിട്ട്. മൂപ്പര് ആർക്കാണ് ഇപ്പോൾ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈസ മരിച്ചിട്ടില്ലെങ്കിൽ, ഈസ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ഈസ സക്കാത്ത് കൊടുക്കണം. ആർക്കാ കൊടുക്കുന്നത്? കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കാൻ എന്നോട് അനുശാസിച്ചിരിക്കുന്നു. ഈസ മരിച്ചിട്ടില്ലെങ്കിൽ, ഈസ അള്ളാഹുവിന്റെ സമീപത്തിരിക്കുകയാണെങ്കിൽ ഈസ ഇപ്പോഴും സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് അതിന്റെ അർത്ഥമുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആർക്കാണ് ആ സക്കാത്ത് കൊടുക്കുന്നതെന്ന് ഏതെങ്കിലും ചേട്ടന്മാർ ചോദിച്ചാൽ ന്യായമായൊരു ചോദ്യമാണല്ലോ. ഇനിയും ധാരാളം ചോദ്യങ്ങൾ അതിനകത്ത് ചോദിക്കാനുണ്ട്, എന്നാൽ ആ ചോദ്യങ്ങൾക്ക് സമയമില്ലല്ലോ. 3, ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രമം നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രമം അത് ഞാനൊന്ന് അറബിയിൽ വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രമം, വസ്സലാമു അലയ്യ യൗമ ഉലിദത്തു വ യൗമ അമുദു വ യൗമ ഉബ് അദുഹയ്യ എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവിച്ച് എഴുന്നേൽക്കപ്പെടുന്ന ദിവസവും എൻ്റെ മേൽ ശാന്തി ഉണ്ടാകും. ശ്രദ്ധിക്കണം, ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവിച്ചെഴുന്നേൽക്കുന്ന ദിവസവും ശാന്തി ഉണ്ടാകും എൻ്റെ മേൽ എന്ന് ഈസ പറയുകയാണ്. അപ്പോൾ അവിടുത്തെ ക്രമം ശ്രദ്ധിച്ചേ. ഞാൻ ജനിക്കണം, ഞാൻ മരിക്കണം, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണം, വേണ്ടേ? അപ്പോൾ ഞാൻ ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നല്ലേ അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഈസായെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്. ഇനിയും ഇതേ ആയത്തിൽ, ഇതേ സൂറയിൽ, അതായത് സൂറ മറിയം 19 അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യഹിയ നബിയുടെ, യഹിയ എന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകൻ, അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോഴും അതേ കാര്യമാണ് പറയുന്നത്. യഹിയ നബിയെക്കുറിച്ച് നമുക്കറിയാം, ഞാൻ ജനിച്ച നാളിലും മരിക്കുന്ന നാളിലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്ക് സമാധാനം, എനിക്ക് സമാധാനമെന്ന് യഹിയ നബി പറഞ്ഞത് ഞാൻ ജനിച്ച നാളിലും മരിച്ച നാളിലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും. നമുക്കറിയാം യഹിയ അല്ലെങ്കിൽ സ്നാപയോഹന്നാൻ മരിച്ചു, ജനിക്കുകയും മരിക്കുകയും ചെയ്തു. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഈസയുടെ മരണത്തോടുള്ള ബന്ധത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇനിയും യേശു ക്രിസ്തു, വൈരുദ്ധ്യം എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, വൈരുദ്ധ്യം എന്താണെന്നുള്ളത് ശ്രവിക്കുവാൻ മനസ്സുള്ളവരെ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുറാനിൽ നിന്ന് ഈസയുടെ ജനനത്തെക്കുറിച്ചുള്ള വൈരുദ്ധ്യം പറയാൻ പോവുകയാണ്. അതിൽ സൂറ മറിയം അഥവാ 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, 16-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ അവസരത്തിൽ നാം നമ്മുടെ റൂഹിനോട്, റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് അഥവാ മലക്കിനെ അവരിലേക്ക്, ആരിലേക്ക്? മറിയയിലേക്ക് അയച്ചു. മലക്ക് തികഞ്ഞ മനുഷ്യരൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. പെട്ടെന്ന് മറിയം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് കാരുണ്യകനായ അല്ലാഹുവിൻ്റെ അഭയം തേടുന്നു. അയാൾ പറഞ്ഞു, ഞാനോ നിന്റെ റബ്ബിൻ്റെ ദൂതനാകുന്നു, നിനക്കൊരു വിശുദ്ധനായ പുത്രനെ തരുന്നതിന് വേണ്ടി നിയുക്തനായവൻ, നിനക്ക് ഒരു പുത്രനെ തരുവാൻ വേണ്ടി നിയുക്തനായവൻ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈസ മസീ. എന്നാൽ സൂറ തഫീമിൽ അഥവാ 66-ാം അധ്യായത്തിൽ, സൂറ 66-ന്റെ 12-ാം ആയത്തിൽ തൻ്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്നും നാം അതിൽ ഗുഹ്യസ്ഥാനത്തിൽ ഊതുകയുണ്ടായി. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാകുകയും ചെയ്തു.
ഈസായുടെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകളിൽ പറയുമ്പോൾ വൈരുദ്ധ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത് പറയുന്നത് മലക്ക് തികഞ്ഞ ആൺരൂപമായിക്കൊണ്ട്, ആളായിക്കൊണ്ട് മറിയമ്മിന്റെ അടുക്കൽ ചെന്ന് അങ്ങനെ ഉരുവായി. 2, റൂഹിനെ അല്ലെങ്കിൽ തൻ്റെ ആത്മചൈതന്യത്തിൽ നിന്ന് അല്ലാഹു തന്നെ ഈ മറിയമ്മിന്റെ ഗുഹ്യസ്ഥാനത്തെ കൂതി ഉണ്ടായതാണ് ഈസാ മസീഹ്. ഇത് വൈരുദ്ധ്യമാണോ, വിവരണങ്ങളുടെ വ്യത്യാസമാണോ? ഇതിനെയാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ വൈരുദ്ധ്യം എവിടെയാണ് കിടക്കുന്നത് സാഹിബേ? അക്ബർ സാഹിബിന്റെ വിശ്വാസത്തിൽ തന്നെയാണ് കിടക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസ ഗ്രന്ഥത്തിലല്ല. അങ്ങയുടെ ഗ്രന്ഥത്തിലാണ് അതിനുള്ള വൈരുദ്ധ്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഗ്രന്ഥത്തെ ഒന്ന് സാമാന്യ നിലയിൽ പഠിക്കുകയും പരിശോധിക്കുകയും. ഹു വാസ് ഓൺ ദ ക്രോസ് എന്നുള്ള ആ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അവിടെ അൽഫായുടെ മകനായിരിക്കുന്ന ലേവിയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് അദ്ദേഹം ചില ചരിത്ര സത്യങ്ങളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 12 ശിഷ്യന്മാരോടൊപ്പം അവരുടെ ഗുരുവായിരിക്കുന്ന മശിഹ ഈസ പെസഹ ആചരിക്കുന്നു. 2, ഭക്ഷണശേഷം അവരിൽ ഒരുവനായിരിക്കുന്ന ഇസ്കര്യാത്ത യൂദ മതപുരോഹിതന്മാരുടെ അടുക്കൽ മുൻനിശ്ചയിച്ച പ്രകാരം മശിഹ ഈശായെ കാണിച്ചു കൊടുക്കുവാനായിട്ട് പോകുന്നു, ഗൂഢാലോചന നടത്തുവാനായിട്ട്. 3, ഈസാ മശിഹ് ശിഷ്യഗണത്തിലെ 11 പേരും കൂടെ കിദ്രോൻ തോട്ടിനക്കരെ ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നു. അത് ഒലിവുമലയായിരുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ പറയുന്നു. ആ രാത്രി ഈസായെ പിടിക്കുവാനായിട്ട് ചേവകർ വന്ന രാത്രി പകൽ പോലെ വെളിച്ചമുണ്ടായിരുന്ന ഒരു രാത്രിയാണ്, നിലാവുണ്ടായിരുന്നു. കാരണം അത് നിസാൻ മാസം 14-ാം തീയതിയാണ്. വളരെ നിലാവെട്ടമുള്ളതായ ഒരു രാത്രി. ആ രാത്രിയിലാണ് അവർ ഈസായെ പിടിക്കാൻ വന്നത് എന്ന് കാണാം. 4, ഇസ്കര്യാത്ത യൂദ തോട്ടത്തിൽ പടയാളികളെയും മത നേതാക്കളുമായിട്ട് വരികയും ഈസായെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. ആള് മാറിപ്പോകാതിരിക്കാൻ ഒറ്റിക്കൊടുത്തു. ഈസായുടെ ശിഷ്യന്മാർ ഒരുവനായിരുന്ന ശീമോൻ പത്രോസ്, അവാരികളിൽ ഒരുവനായിരുന്ന ശീമോൻ പത്രോസ് താൻ കരുതിയിരുന്ന വാളെടുത്ത് ആ ചേവകരുടെ ഒരാളുടെ കാത് അറുത്തു. യേശു അല്ലെങ്കിൽ ഈ മശീശ ആ വ്യക്തിയുടെ കാത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനിയും ആ ഇസ്കര്യാത്ത യോധ തനിക്ക് കിട്ടിയതായ ആ ഒറ്റ കാശ് ഭണ്ഡാരത്തിലേക്ക് കൊണ്ടിട്ടപ്പോൾ അവരത് എടുത്ത്, മഹാപുരോഹിതന്മാരെടുത്ത് രക്തനിലമെന്ന അർത്ഥത്തിൽ അവരെ സ്ഥലം വാങ്ങി പരദേശികളെ കുഴിച്ചിടുവാൻ വേണ്ടി അത് ഉപയോഗിച്ചതായിട്ട് പറഞ്ഞിരിക്കുന്നു. 5, ഈസാ മസീഹ് കയ്യഫാവിൻ്റെ അധീനതയിലുള്ള പടയാളികൾ അല്ലെങ്കിൽ ടെമ്പിൾ സോൾജേഴ്സിന്റെ കസ്റ്റഡിയിലാകുകയും അവിടെ നിന്നും സന്നദ്രീൻ സംഘത്തിന്റെ മുമ്പാകെ ഈസയെ വിസ്തരിക്കുവാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. 70 പേരടങ്ങുന്ന മതകോടതിയിലാണ് ഈസായെ വിസ്തരിച്ചത്. അതിനുശേഷം ഈസായെ റോമൻ പടയാളികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധിയായിരിക്കുന്ന ഗവർണർ പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ഹാജരാക്കിയതായ സമയത്ത് പീലാത്തോസിന്റെ ഭാര്യ ഒരു വ്യക്തിയെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് പറയുകയാണ്, ഈ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ സ്വപ്നത്തിൽ ഒരുപാട് കഷ്ടമനുഭവിച്ചു. അങ്ങനെയുള്ള ഒരു ഉറപ്പ് അതിൽ ഉണ്ടായിരുന്നു. ഇനി 8, ഈസായെ റോമൻ പടയാളികളുടെ കൈകളിൽ വീണ്ടും കൊടുക്കുന്നു. 9-ാമതായിട്ട് ഈസയെ റോമൻ പടയാളികൾ ചാട്ടാവാറുകൊണ്ട് അടിക്കുന്നു, തലയിൽ മുൾക്കിരീടം വെക്കുന്നു. 10, റോമൻ പടയാളികൾ യേശുവിനെ തലയോടിടമെന്ന സ്ഥലത്തെ കൊണ്ടുപോയി ക്രൂശിക്കുന്നു. 11, ഈശയെ ക്രൂശിൽ തറച്ചുവെന്ന് മത്തായിയുടെ സുവിശേഷൻ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈസായെ ക്രൂശിൽ തൂക്കിയതിൻ്റെ തെളിവുകൾ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. ഇനിയും ആ ക്രൂശിൽ മരിച്ചതിൻ്റെ തെളിവുകളാണ് പറയാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യത്തിൽ റോമൻ പടയാളികളുടെ ശതാധിപൻ ക്രൂശിൽ കിടക്കുന്നതായ യേശുവിനെ കാവൽ കാത്തുകൊണ്ടിരുന്നു. ചില പടയാളികളും അവിടെ ഉണ്ടായിരുന്നു. റോമൻ ശതാധിപൻ യേശുവിൻ്റെ മരണത്തിൻ്റെ സാക്ഷിയായിരുന്നു. തൻ്റെ കാത് അറുക്കപ്പെട്ടതായ ആ ചേവകൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ സാക്ഷിയായിരുന്നു. ഈശായുടെ പ്രസംഗങ്ങളും പഠിപ്പിക്കലും ശ്രദ്ധിച്ചു കേട്ടതായ ഈശായുടെ കൂടെ സഞ്ചരിച്ച ആളുകളും ആ ക്രൂശീകരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. 4, മഹാപുരോഹിതന്മാർ ഈസായുടെ ക്രൂശീകരണത്തിന് സാക്ഷികളായിരുന്നു.
5 ശാസ്ത്രിമാർ ഈശോയുടെ ക്രൂശീകരണത്തിന് സാക്ഷികളായിരുന്നു. 6 മൂപ്പന്മാർ ഈശോയുടെ ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. 7 2 കള്ളന്മാർ ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ടവർ. ആ കള്ളന്മാരുടെ വാക്കെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? അവരും ഈശോയുടെ ക്രൂശീകരണത്തിന് സാക്ഷികളായിരുന്നു. ഈശോയുടെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള അനേക സ്ത്രീകൾ ആ ക്രൂശീകരണത്തിന് സാക്ഷികളായിരുന്നു. ഈശോയുടെ മാതാവ് മറിയം തന്നെ ആ ക്രൂശീകരണത്തിന് സാക്ഷിയായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതിനും യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളതിനും വളരെയധികം തെളിവുകൾ ശാസ്ത്രീയപരമായിട്ട് മാത്രമല്ല ചരിത്രപരമായിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെ കൂടെ പറഞ്ഞ് അതിൻ്റെ ദൈവശാസ്ത്ര വിഷയത്തിലേക്ക് വേഗത്തിൽ ഊളിയിട്ട് അവസാനിപ്പിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനും സമയം കണ്ടെത്തുകയാണ്. അതിനകത്ത് ഒന്നാമതായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചോദ്യം കൂടിയുണ്ട്. ഈശോ ക്രൂശിൽ മരിച്ചു എന്ന് ഇത്രയും തെളിവുകൾ കൊടുക്കുമ്പോഴും സാധാരണഗതിയിൽ അക്ബർ സാഹിബും അനുയായികളും പറയാറുള്ളൊരു പറച്ചിൽ യോനയുടെ അടയാളമാണ്. യോനയുടെ അടയാളത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 40-42 വാക്യങ്ങളിൽ ഈശോ മശീഹ് ഉപമയായിട്ട് തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അവർ ചോദിക്കാറുള്ള ചോദ്യം, യോന മരിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഈശായും മരിച്ചിട്ടില്ലല്ലോ. യോന മരിക്കാത്തതുകൊണ്ട് ഈശായും മരിച്ചിട്ടില്ല എന്നവരെ പറയുന്നു. നമുക്കത് നോക്കാം. ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ ഒരു ഉപമയിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുകയും വ്യക്തമായ ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ച് അതിനായിരിക്കും കൂടുതൽ സാധ്യത വ്യക്തമായി പറയുന്ന കാര്യങ്ങൾക്കാണ്. ഇവിടെ ഉപമ കർത്താവ് അവർക്കെല്ലാവർക്കും അറിയുന്ന ഉപമയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. യഹൂദന്മാരുടെ തൗറാത്തിൽ പറഞ്ഞിരിക്കുന്ന, യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തെ കർത്താവ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതോ അതൊന്ന് പരിശോധിക്കാം. ഇത് കേട്ടതായ ആളുകൾ യഹൂദന്മാരാണെന്ന് ഓർത്തുകൊള്ളണം. യഹൂദന്മാരാണിത് കേട്ടത്. അവർ അന്ന് വരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്, ഇന്ന് ക്രൈസ്തവ സഭ അംഗീകരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം, യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയുടെ ആ സ്വരത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. അവിടെ പറയുന്നത്, യോനയുടെ ഉദാഹരണം പറയുമ്പോൾ തന്നെ, നീയോ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, നീയോ എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. ആ കുഴി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഷിയോൾ എന്നുള്ളൊരു പദത്തിലാണ്. ഷിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവർ വിശ്രമിക്കുന്ന സ്ഥലമാണ്. മരിച്ചവർ വിശ്രമിക്കുന്ന സ്ഥലം. യോന ആ ഷിയോളിൽ കിടന്നാണ് അയ്യം വിളിച്ചതെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷിയോളിൽ കിടന്ന് അയ്യം വിളിച്ചു എന്ന് പറയുമ്പോൾ യോന മരിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ അവൻ്റെ പ്രാണന് ജീവൻ കൊടുത്തവനായ ദൈവം അവനെ ആ ഷിയോളിൽ നിന്ന് കരകയറ്റി. അതാണ്. അപ്പോൾ ആ വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ചും യഹൂദന്മാരുടെ വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ചും യേശു ക്രൂശിക്കപ്പെടുക മാത്രമല്ല, അവൻ മരിക്കുകയും ചെയ്തു. യേശു മരിച്ചു എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ വീണ്ടും അക്ബർക്കായും കൂട്ടരും പറയുന്നത്, 3 മണിക്കൂർ കൊണ്ട് ഈശോ എങ്ങനെ മരിക്കുക ക്രൂശിൽ കിടന്ന്? 3 മണിക്കൂർ പോരല്ലോ. ഒരു വ്യക്തിയെ ക്രൂശിച്ചു കഴിഞ്ഞാൽ അനേക മണിക്കൂറുകൾ ഉണ്ടെങ്കിലല്ലേ മരിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് നോക്കാം, അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ടോ? ഉണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ ന്യായവിസ്താരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തലേ രാത്രിയിൽ യേശു ക്രിസ്തു ഗത്സമന തോട്ടത്തിൽ തൻ്റെ ഹവാരികളുമായിട്ട് പോയി. അവിടെ ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്തോട് സംസർഗം പുലർത്തുകയാണ്. അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ കണക്കെ രക്തം ഉറ്റിറ്റ് വീണു. ഇത് സംഭവ്യമാണോ? മെഡിക്കൽ ശാസ്ത്രത്തിൽ പറയുന്നത് ഇത് അസംഭവ്യമല്ല, അപൂർവമായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഈശോയുടെ ആ പ്രാർത്ഥനയുടെ സമയം മുതൽ പിന്നീട് ന്യായവിസ്താരത്തിൻ്റെ സമയത്തൊക്കെയും ഈശോ വളരെ ക്രൂരമായിട്ട് പടയാളികളാൽ മർദ്ദിക്കപ്പെടുകയായിരുന്നു. ഈശോയെ യഹൂദ മത കോടതിയിൽ കുറ്റം വിധിച്ചു എങ്കിലും അവർക്ക് ഈശോയെ കൊല്ലുവാനുള്ള അധികാരമില്ലാതിരുന്നത് കൊണ്ട് റോമൻ ഭരണകൂടത്തിൻ്റെ ഗവർണറായിരിക്കുന്ന പീലാത്തോസിന്റെ അരമനയിലേക്ക് ഈശോയെ കൊണ്ടുപോയി. അവിടെ വെച്ച് ഈശോയെ ഈ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് അടുപ്പിച്ചു. കൂടാതെ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി.
അവിടെയും അടുപ്പിച്ചു. യഹൂദന്മാരുടെ റോമാക്കാരുടെ രീതി അനുസരിച്ച് അന്ന് ഒരു ചാട്ടവാർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചാട്ടവാർ കൊണ്ടുള്ള അടി എന്ന് പറയുമ്പോൾ, ആ ചാട്ടവാറിൻ്റെ അഗ്രത്തിൽ നമ്മുടെ ചൂണ്ടൽ പോലെ നിൽക്കുന്നതായ വളരെ വലുതായിട്ടുള്ള ഹുക്കുകൾ അത് കെട്ടിത്തൂക്കിയിരിക്കും. എന്നിട്ട് ചില അസ്ഥിപഞ്ജരങ്ങളും ആ ഹുക്കുകളും ഒരേ ദിശയിൽ കൂട്ടി അവരെ കെട്ടിയിരിക്കും. ആ ചാട്ടവാർ കൊണ്ടുള്ള അടിയിൽ ഓരോ അടി കഴിയുമ്പോഴും യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന്, ഈശോയുടെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങൾ അറ്റുപോരും. അങ്ങനെ അറ്റുപോരുന്നതായ ആ ഭാഗത്തു നിന്ന് രക്തം ധാരധാരയായിട്ടൊഴുകും. കഴിഞ്ഞ രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാഞ്ഞിരുന്ന യേശു, മരണവേദനയിലായ യേശു, താൻ മരിക്കാൻ വന്നവനായതുകൊണ്ട് താൻ ക്രൂശിക്കപ്പെടുവാനായിട്ടുള്ളവനാകുന്നു എന്ന് തൻ്റെ പ്രഭാഷണങ്ങളൊക്കെ പ്രഘോഷിച്ചവനായ യേശു ക്രൂശിക്കപ്പെടുന്നതിന് തലേ രാത്രിയിൽ പടയാളികളുടെ ചമ്മട്ടി കൊണ്ടുള്ള അടി, ആ ക്രൂരമായ മർദ്ദനമേറ്റ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ശരീരഭാഗങ്ങൾ അറ്റുവരികയും അവിടെ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ള യേശു ഭാരമുള്ള കുരിശുമായിട്ട് ഗോൽഗോഥയിലേക്ക് പോകുന്നു. അവിടെ യേശുവിനെ ക്രൂശിച്ചപ്പോഴും യേശുവിൻ്റെ മണിബന്ധങ്ങളിലാണ് ആണിയടിച്ചത്. മണിബന്ധങ്ങളിൽ ആണിയടിക്കുവാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രവചനങ്ങളുടെ പൂർത്തീകരണം. രണ്ട്, ഈ ഉള്ളംകരത്തിൽ ആണിയടിച്ചാൽ അത് വെറും മജ്ജയാണ്. ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് ആ മജ്ജയിൽ നിന്ന് ആണി വേർപെടുകയും താഴേക്ക് ശരീരം വീഴുകയും ചെയ്യും. അതുണ്ടാകാതിരിക്കാൻ മണിബന്ധത്തിലായിരുന്നു അവർ ആണിയടിക്കുന്നത്. മണിബന്ധത്തിൽ ആണിയടിക്കുന്നതിൻ്റെ പ്രവചന പൂർത്തീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ അനുരഞ്ജനത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചാൽ അവരുടെ പ്രതിനിധികളായിട്ടുള്ള രണ്ട് അംബാസിഡേഴ്സ്, രണ്ട് പ്രതിനിധികൾ ഈ രാജാക്കന്മാരുടെ മുമ്പിൽ വന്ന് നിൽക്കണം. രണ്ട് രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ ഈ രാജാക്കന്മാരുടെ ഇരുവശങ്ങളിൽ ഇരിക്കുന്ന രാജാക്കന്മാരുടെ സമീപത്ത് വന്നു നിൽക്കുമ്പോൾ അവരുടെ നിയമങ്ങൾ വായിച്ചതിന് ശേഷം ഈ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ളവൻ അവൻ്റെ ഈ കൈയുടെ ഈ ഭാഗത്തുനിന്ന് ഒരല്പം ചോര ഉറ്റിക്കും. രക്തം കൊണ്ട് നിയമം സംജാതമാക്കുകയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചോര ഇറ്റിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് ചോര വരും. മറ്റേയാളുടെയും അതേ കരത്തിൽ നിന്ന് ചോര ഉറ്റിക്കും. അങ്ങനെ രണ്ട് പ്രതിനിധികളും ഒരുമിച്ച് ഈ രാജാക്കന്മാരുടെ അടുക്കിലേക്ക് വരികയും അവർ തങ്ങളുടെ കൈപ്പത്തികൾ ഈ വിധത്തിൽ കൂട്ടിത്തിരുമുകയും ചെയ്യും. അങ്ങനെ കൂട്ടിത്തിരുമ്പുമ്പോൾ ആ രക്തങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടു, ഒന്നായി തീർന്നു. അതിനെ അവരെ രക്തനിയമം എന്നാണ് വിളിച്ചിരുന്നത്. ആ രക്തനിയമം ഉള്ളിടത്തോളം കാലം അവർ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഇവിടെ ഇതാ യേശു ക്രിസ്തു മനുഷ്യന്റെ പ്രതിനിധിയും ദൈവത്തിന്റെ പ്രതിനിധിയുമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച ഞാൻ ദൈവശാസ്ത്രത്തിലേക്ക് ഊളിയിടുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ദൈവം തന്റെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താ സ്വരൂപവും ഛായയും? മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ പറയട്ടെ. ഒന്ന്, മനുഷ്യന്റെ ബുദ്ധിയിലുണ്ടായിരുന്ന ജ്ഞാനം, ദൈവിക ജ്ഞാനം, അതവന് അന്യമായി. രണ്ട്, അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വിശുദ്ധി, ആ വിശുദ്ധി അവന് അന്യമായി. മൂന്ന്, അവന്റെ പ്രവൃത്തിയിലെ നീതി, ഈ നീതിയും അവന് നഷ്ടമായി. അതിനെയാണ് പാപം എന്ന് വിളിക്കുന്നത്. ജന്മപാപം ഉണ്ടോ എന്ന് അക്ബർ സാഹിബ് ചോദിക്കുമ്പോൾ, ഉണ്ട് സാഹിബേ, ഉണ്ട്. ജന്മപാപം എവിടെ ആരംഭിച്ചു? ആയി. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്ന് വിശുദ്ധ ഇഞ്ചിയിലിൽ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സാഹിബേ, ഒന്ന് വായിച്ചു നോക്കുക. അവിടെ പറയുന്നത്, ആ പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതായ മനുഷ്യനെ ദൈവത്തിന്റെ ശത്രുവായിട്ടാണ്, അല്ലെങ്കിൽ ദൈവം തന്റെ ശത്രുവായിട്ടാണ് മനുഷ്യൻ കണ്ടത്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തോട് ശത്രുതയിലായിരുന്നു. അങ്ങനെയുള്ള ആ ശത്രുത പരിഹരിക്കുവാനായിട്ട് മനുഷ്യന്റെ പ്രതിനിധിയായിട്ട് വന്ന യേശു തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ചിരിയണമായിരുന്നു. എന്തിനു വേണ്ടി? ആ രക്തനിയമം ഉറപ്പിക്കുവാൻ വേണ്ടി. എവിടെ അണിയടിക്കണമായിരുന്നു? അവന്റെ മണിബന്ധത്തിൽ. അവൻ ദൈവത്തിൽ നിന്നുള്ള പ്രതിനിധിയും കൂടിയാണ്. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ട് കൈകളിലും മണിബന്ധങ്ങളിൽ ആണി അടിച്ചു. ആ ഘോരമായ ആണി അടിക്കപ്പെട്ടതുകൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് ധാരധാരയായിട്ട് രക്തമൊഴുകി. ഇതിനെക്കുറിച്ച് അലക്സാണ്ടർ മെറ്റൽ എന്ന് പറയുന്നതായ ഒരു മെഡിക്കൽ ശാസ്ത്രജ്ഞൻ ഈ 4 സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, മരണം അത് ശാസ്ത്രീയമാണോ എന്ന് പഠിച്ചു. അദ്ദേഹം പഠിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അത് സംഭവിച്ചിട്ടുള്ള ഒരു സത്യമാണ്. 4 സുവിശേഷന്മാരുടെയും സത്യവാങ്ങുകൾ അദ്ദേഹം എടുത്ത് പഠിച്ചിട്ട് ശാസ്ത്രീയമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, യേശു ക്രൂശിക്കപ്പെട്ടു, യേശു ക്രൂശിൽ മരിച്ചു എന്ന്. കാരണം യേശു വന്നത് തന്നെ മരിക്കാനാ. യേശു വന്നത് മരിക്കാനാ. യേശു എന്തെങ്കിലും പ്രബോധനം കൊടുത്തിട്ട് പോകാനായിരുന്നെങ്കിൽ ആരംഭത്തിലേ പോകാമായിരുന്നു. യേശു അതിനുവേണ്ടി വന്നവനല്ല, അവൻ മരിക്കാനായിട്ട് വന്നവനാണ്. കാരണം അവൻ ദൈവത്തിൻ്റെ
പക്കൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണെന്നും എന്നെ ഭക്ഷിക്കുന്നവൻ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നും അസന്നിഗ്ധമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിളംബരം ചെയ്യുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ എഴുതി വച്ചിരുന്നായ മൂസാ നബിക്ക് കൊടുത്തായ പ്രമാണങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. നമുക്കതിലേക്ക് ഒന്ന് ഓടിച്ചു പോകുന്നത് നന്നായിരിക്കുന്നതുകൊണ്ട് ഞാനതൊന്ന് ഓടിച്ചു വിടുകയാണ്, വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അലക്സാണ്ടർ മെറ്റൽ തൻ്റെ മെഡിക്കൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പല രംഗങ്ങളായിട്ട് ചിത്രീകരിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പീലാത്തോസിൻ്റെ അരമനയിലുള്ള കർത്താവിൻ്റെ വാദം, യേശുവിനെ അവരെ ചോദ്യം ചെയ്യുന്നത്, അതിനുശേഷം ചാട്ടാവാറ് കൊണ്ട് അടിക്കുകയും അവൻ്റെ ശരീരത്തിൽ നിന്ന് ധാരധാരയായിട്ട് രക്തം പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. കൂടാതെ യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവൻ്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ചപ്പോൾ ആ ശരീരത്തിൽ നിന്ന് അവസാനത്തെ തുള്ളി രക്തം പോലും പോയി. എന്തുകൊണ്ട്? കാരണം അലക്സാണ്ടർ മെറ്റൽ പറയുന്നത്, ഇങ്ങനെ ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭാരം താങ്ങാനാകാതെ അദ്ദേഹം ശ്വാസം എടുക്കാൻ വിഷമിക്കും. ഓരോ പ്രാവശ്യവും അദ്ദേഹം ശ്വാസം എടുക്കുവാനായിട്ട് ഇങ്ങനെ മുതിരുമ്പോൾ ശരീരത്തിൻ്റെ ആ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ രക്തം ഒഴുകിക്കഴിയുമ്പോൾ അസിഡിറ്റി ഉണ്ടാകുകയും അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൻ്റെ എല്ലാ ധമനികളിലേക്കും പ്രവേശിക്കുകയും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യും. പടയാളികളുടെ സാക്ഷ്യം നമുക്ക് നോക്കാം. പടയാളികൾ ഒരുവനായിരിക്കുന്ന വ്യക്തി വന്നിട്ട് യേശു മരിച്ചോ എന്നറിയാൻ വേണ്ടി ഒരു കുന്തമെടുത്ത് യേശുവിൻ്റെ വിലാപ്പുറത്തെ കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും കൂടി ഒഴുകിയെന്ന വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം യേശു മരിച്ചു എന്നുള്ളവർക്ക് ബോധ്യമായി. അപ്പോൾ യേശു മരിച്ചു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യമാണ്. യേശു മരിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളൊരു സത്യമാണ്. യേശു വന്നത് തന്നെ മരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ ആ യേശു മെഡിക്കൽ ശാസ്ത്രപരമായിട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു. ഇനിയും യേശു ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടായിരുന്നു മരിച്ചത്? ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. അച്ഛാ, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എന്തിനാണ് യേശു മരിച്ചത്? യേശു മരിക്കാണ്ട് ദൈവത്തിന് മനുഷ്യൻ്റെ പാവത്തെയൊക്കെ മോചിച്ചൂടെ? നിങ്ങൾ പറയുമല്ലോ യേശു പാപികളെ മോചിപ്പിക്കാനാണ് വന്നത്. ഒറ്റ വാക്കിലാണ്ട് പറഞ്ഞാൽ പോരെ? അങ്ങളാരും ഇനി തെറ്റിയാണ്ട് കേട്ടോ, നിങ്ങൾ നന്നായിക്കോളി എന്ന് പറഞ്ഞാൽ പോരെ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. വിദേശ രാജ്യത്ത് സംഭവിച്ച, വളരെ അച്ചടക്കമുള്ള ഒരു രാജ്യത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അമിത വേഗത്തിൽ കാർ ഓടിച്ചു പോയ ഒരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പെൺകുട്ടിയോട് ജഡ്ജി ചോദിച്ചു, നീ അമിത വേഗത്തിൽ കാർ ഓടിച്ചു പോയോ? പെൺകുട്ടി പറഞ്ഞു, ഞാൻ അമിത വേഗത്തിൽ കാർ ഓടിച്ചു പോയി. അപ്പോൾ ആ ജഡ്ജി അവിടെ ഇരുന്ന് ഒരു നിയമം എഴുതി, ഒരു വിധി എഴുതി. എന്താ വിധി എന്നറിയണ്ടേ? ഈ പെൺകുട്ടി ഒന്നുകിൽ 3 മാസം തടവിൽ കിടക്കണം, അല്ലെങ്കിൽ $300 പിഴ അടയ്ക്കണം. ഒന്നുകിൽ $300 പിഴ അടയ്ക്കുക, അല്ലെങ്കിൽ 3 മാസം ജയിലിൽ കിടക്കണം, തടവിൽ കിടക്കണം. ഈ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം തൻ്റെ കോട്ട് ഊരി താൻ ഇരുന്നായ ആ സിംഹാസനത്തിൽ വെച്ചിട്ട് പെൺകുട്ടി നിൽക്കുന്ന ആ ചേംബറിലേക്ക് കയറി വന്ന് ഒരു $300 ചെക്ക് എഴുതി ഗുമസ്തനെ ഏൽപ്പിച്ചു. അവിടെ കൂടിയിരുന്നായ വക്കീലന്മാരെല്ലാം അതിശയിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വിധി പ്രസ്താവിച്ചതിന് ശേഷം ആ വിധി നടപ്പിൽ വരുത്തിയത്? അതിൻ്റെ കാരണം, ഈ പെൺകുട്ടി ജഡ്ജിയുടെ മകളായിരുന്നു. ഈ പെൺകുട്ടി ജഡ്ജിയുടെ മകളായതുകൊണ്ട് ആ മകൾ തെറ്റ് ചെയ്തപ്പോൾ ന്യായാധിപനായിരിക്കുന്ന നീതിയുള്ള സത്യമുള്ള ജഡ്ജി, സത്യവാനായ ജഡ്ജി സത്യം പോലെ വിധി പ്രസ്താവിച്ചു. എന്താ സത്യം പോലെ വിധി പ്രസ്താവിച്ചത്? ഈ പെൺകുട്ടി മാക്സിമം ശിക്ഷ അനുഭവിക്കണം. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ നീതിബോധമാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ ബോധമാണ്. അദ്ദേഹത്തിൻ്റെ മറുഭാഗമുണ്ട്. എന്താണ്? തൻ്റെ മകളോടുള്ള സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ ഈ പെൺകുട്ടി തടവിലാക്കപ്പെടുകയാണെങ്കിൽ, അവൾക്ക് സ്വയമേ $300 പിഴ അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ തടവിലാക്കപ്പെടുകയാണെങ്കിൽ തൻ്റെ മകൾ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്ത, ആ ചിന്ത കൊണ്ട്, തന്നിലുള്ള സ്നേഹം കൊണ്ട്, തന്നിലുള്ള നീതിബോധം കൊണ്ട് ജഡ്ജി ന്യായമായ വിധി പറയുകയും ആ ന്യായമായ ശിക്ഷ താൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവും അതിന് തന്നെയാണ് വന്നത്. തൻ്റെ സൃഷ്ടികൾ 3 തരത്തിൽ ദൈവത്തിൽ നകുന്നു എന്ന് ഞാൻ പറഞ്ഞു. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ കള്ളു കുടിക്കുന്നതും ചീട്ട് കളിക്കുന്നതും വ്യഭിചരിക്കുന്നതും അല്ല പാപം. അതൊക്കെ പാപത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അതൊക്കെ പാപത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്യം ഹമാർത്യ, മൂലഭാഷയിൽ ഹമാർത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റുക, ഉന്നം പഴയ്ക്കുക. എന്താ ലക്ഷ്യം തെറ്റിയത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ബുദ്ധിയിലെ ജ്ഞാനം അവൻ അന്യമായി,
സാധാരണ ഇക്ക ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, എന്താണെന്നറിയണ്ടേ? ആദമാവും പഴം പറിച്ചു നിന്നപ്പോൾ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ് മരിച്ചില്ലേ? മരണം ശരിച്ചു സംഭവിച്ചു. എന്താ മരണം? മരണം എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്, വേർപാട്. എന്താ വേർപെട്ടത്? അവരുടെ ചിന്തയിലെ ജ്ഞാനം നഷ്ടമായി, അവരുടെ ഹൃദയത്തിലെ വിശുദ്ധി നഷ്ടമായി, അവരുടെ പ്രവൃത്തിയിലെ നീതി നഷ്ടമായി. അതുകൊണ്ടാണ് അവർ ഒളിച്ചു പോയിരുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ അവർക്ക് വിശുദ്ധിയില്ല എന്നുള്ളവർക്ക് മനസ്സിലായി. ദൈവം വെച്ചതായ പ്രമാണത്തെ അവർ വ്യതിചലിച്ചത് കൊണ്ട്, അതിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോയത് കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ അവർക്ക് യോഗ്യതയില്ല എന്നുള്ള അറിയാമായിരുന്നുകൊണ്ടാണ് അവരെ ഒളിച്ചു പോയി പാർത്തത്. അപ്പോഴാണ് യഹോവയാം ദൈവം അവരുടെ അടുക്കിലേക്ക് സ്നേഹവാനായ ദൈവം തേടി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. അവൻ തേടി വരുന്ന ദൈവമാണ്. അവൻ തേടി വന്നു ആരെ? തൻ്റെ ജനതയെ, തൻ്റെ മനുഷ്യരെ, തൻ്റെ മക്കളെ, തൻ്റെ സൃഷ്ടികളെ തേടി വന്നു. ആ തേടി വന്നതാണ് യേശു ക്രിസ്തു. ഇനി ഒരു വാക്കുകൂടെ പറയട്ടെ. എടക്കരയിൽ നടന്ന ആ സ്നേഹസംവാദത്തിൽ അക്ബറിക്കയോട് മുക്കട്ടക്കാരനൊരു സഹോദരൻ, ഒരു സ്നേഹിതൻ ചോദിച്ചു, ഈസാ മസീഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈസാ മസീഹ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പാപ്പരത്വത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. ഈസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? യഹോവ രക്ഷകൻ. യഹോവ രക്ഷകൻ. മലാക്കി പ്രവചനം, തൗറാത്തിൽ മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ ദൂതനെ എനിക്ക് മുമ്പായിട്ട് അയക്കുന്നു എന്ന് പറഞ്ഞ ആ യഹോവയാം ദൈവമാണ് യേശു ക്രിസ്തുവായിട്ട് ഭൂമുതലത്തേക്ക് വന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിന് കീഴ്പ്പെടണം. പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെടാത്തത് കൊണ്ട് അവൻ പ്രാകൃതമായി മാത്രം ചിന്തിക്കൊണ്ട് യേശു ദൈവപുത്രൻ എന്ന് പറയുമ്പോഴേക്കും അവൻ ചിന്തിക്കുന്ന പ്രാകൃതമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആത്മാവിൽ വിവേചനമുള്ളവർക്കോ ദൈവം സകലവും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു തൻ്റെ വചനത്തിലൂടെ. അതൊന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നത്, എൻ്റെ ഇക്കയ്ക്ക് അനിവാര്യമായിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ. യഹോവ രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അവൻ മാത്രമാണ് മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വന്നവൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ ഈ അങ്കിയിൽ ചെളികളൊന്നുമില്ലാന്ന് വിചാരിക്കുക. ഇത് നല്ല അങ്കിയാണ്, സുന്ദരമാണ്. എൻ്റെ കയ്യിലും ചെളിയൊന്നുമില്ലാത്തപ്പോൾ ഞാൻ ഈ അങ്കിയിൽ തൊട്ടാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ എൻ്റെ കയ്യിൽ ചെളിയുണ്ടെങ്കിൽ ഞാൻ അങ്കിയിൽ പിടിച്ചാലൊന്നുണ്ടാവും, അങ്കിയിലും ചെളിയുണ്ടാകും. മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടാത്തോളത്തോളം കാലം അവൻ ചെയ്യുന്നതായിട്ടുള്ള സക്കാത്തുകളായിരുന്നാലും നിസ്കാരങ്ങളായാലും അതിലൊക്കെയും പാപത്തിൻ്റെ അംശം കിടപ്പുണ്ട്. അത് വിശുദ്ധനായ നീതിമാനായ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുകയില്ല. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം വിശുദ്ധനായ ദൈവമാണ്. അവനിൽ അശുദ്ധി ഒട്ടുമേ ഇല്ല. അവനിൽ നല്ല അശുദ്ധി പുറപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തണമെന്ന് അത്യുന്നതനായ ദൈവം തന്നിൽ തന്നെ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് ഈസാ മശീഹ അഥവാ രക്ഷകനായ യഹോവ ലോകത്തിലേക്ക് വരികയും മനുഷ്യന്റെ പാപത്തിന് വേണ്ടി അവൻ സ്വയമേ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ ബലിയായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവൻ വീണ്ടും വരും. സഹോദരൻ പറഞ്ഞതുപോലെ അവൻ രാജാതിരാജാവായി നീതിയോടെ ഭരിക്കാൻ വരും. നീതിയോടെ അവൻ ഭരിക്കുക. ആരുടെയെങ്കിലും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ, ദൈവം വെച്ചിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ദൈവം വിസ്തരിക്കും. അതാ ദാവൂദ്, ഈസ ജനിക്കുന്നതിൻ്റെ 1040 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാവൂദ് നബി പറഞ്ഞത്. അവൻ വരുന്നുവല്ലോ, 96-ാം സബൂറിൽ പറഞ്ഞിരിക്കുകയാണ്. അവൻ വരുന്നുവല്ലോ. എന്തിനാ വരുന്നത്? അവൻ ഭൂമിയെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. അവൻ വരികയാണ്. എന്തിനാ? നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ന്യായം വിധിക്കുന്ന സമയത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുവാനായിട്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളെ ശരിയോ തെറ്റോ എന്ന് വിശകലനം ചെയ്ത് പഠിക്കാനായിട്ട് മനസ്സ് കാണിക്കുക. വ്യാഖ്യാന ശാസ്ത്രങ്ങളൊക്കെ നിങ്ങൾ ഊളിയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റാം. എന്നാൽ നേരത്തെ ബ്രദർ ജെറി പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ വചനമായിരിക്കുന്ന ദൈവവചനം, ആ ബൈബിൾ അതൊരിക്കലും തെറ്റുകയില്ല, അതിനൊരിക്കലും തെറ്റ് പറ്റുകയില്ല. യഹോവയുടെ വചനത്തിൽ അന്വേഷിച്ച് നോക്കുവീൻ, അവയിൽ ഒന്നിലും ഇണയില്ലാതെ വരികയില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. എന്നാൽ ഞാൻ ഉദ്ധരിച്ച 4 ആയത്തുകളിലെ ഇണ നിങ്ങൾ എവിടെ അന്വേഷിച്ച് നോക്കിയോ അതിനിണ കിട്ടുകയുമില്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്നുള്ളത് പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല. സബൂറിൽ അതിനെക്കുറിച്ച് ദാവൂദ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സബൂറിൽ 22-ാം സബൂറിലേക്ക് ഞാൻ വരികയാണ്. 22-ാം സങ്കീർത്തനം
22-ാം സങ്കീർത്തനത്തിൽ ദാവൂദ് പറയുകയാണ്, ദാവീദ് ഈശായെ ആരായിരിക്കും കൊല്ലുക എന്ന് പോലും പറഞ്ഞിരിക്കുകയാണ്. ഈശ ജനിക്കുന്നതിന് 1040 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാവൂദ് നബി ഈശ ലോകത്തിലേക്ക് വന്നാൽ ആരാൽ കൊല്ലപ്പെടും, എങ്ങനെ കൊല്ലപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, ക്രൂശിൽ കടന്നുകൊണ്ട് യേശു ക്രിസ്തു നിലവിളിച്ചതായ നിലവിളിയുടെ ശബ്ദം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള ശബ്ദം, അത് 22-ാം സങ്കീർത്തനത്തിൽ എടുത്തിരിക്കുന്നതാണ്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ദാവീദ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഈശ ക്രൂശിക്കപ്പെടും എന്നുള്ളത്. എന്തിനു വേണ്ടി ക്രൂശിക്കപ്പെടും എന്നുള്ളതും താഴോട്ട് പറയുന്നുണ്ട്. ആ ഈശ ഈ ലോകത്തിൽ വന്നത് ക്രൂശിക്കപ്പെടുവാനും ആരുടെ കൈയാൽ ക്രൂശിക്കപ്പെടുവാനാണെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ 16-ാം വാക്യത്തിൽ, 22-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യത്തിൽ, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ആര്? അവർ യൂതികൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദുഷ്കർമ്മികളായ റോമ പടയാളികൾ യേശുവിൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമായി ദാവൂദ് 22-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഞാൻ നേരത്തെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് വിട്ടുപോയതായ ഭാഗം പറയട്ടെ. അതിതാണ്, ഒരു യഹൂദനെ സംബന്ധിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ ദുഷിച്ചാൽ അവൻ കല്ലെറിയപ്പെടണം, കൊല്ലപ്പെടണം. ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു കുറ്റാരോപണം ചെയ്തു എന്ന് യഹൂദ മത നേതാക്കന്മാർ പറഞ്ഞതും ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള യഹോവയുടെ നാമം ദുഷിച്ചു എന്നുള്ളതാണ്. എന്താ ദുഷിച്ചത്? മഹാപുരോഹിതനായിരിക്കുന്ന ഹന്നാവും കയ്യഫാവും യേശുവിനെ ന്യായവിസ്താരം നടത്തുന്ന സമയത്ത് ത്രികാലങ്ങളുള്ളവനായിരിക്കുന്ന യേശുവിനെ കാലത്തിൽ നിന്നുള്ള മഹാപുരോഹിതൻ ന്യായവിസ്താരം നടത്തുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ? ഒരു യഹൂദൻ്റെ വായിൽ നിന്ന് വരാവുന്ന ചോദ്യമല്ലത്. കാരണം യഹൂദന്മാർക്ക് ദൈവപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വാക്ക് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വീകാര്യമല്ലാത്തതാണ്. പക്ഷേ മഹാപുരോഹിതനായിരിക്കുന്ന ഹന്നാവും കയ്യഫാവും ചോദിക്കുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചപ്പോൾ അസന്നിഗ്ധമായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കോളാം, നിങ്ങളെല്ലാം കൂടി പറഞ്ഞെന്നെ മഷിയാക്കുകയാണെങ്കിൽ ആയിക്കോളാം എന്നല്ല പറഞ്ഞു, ഞാനാകുന്നു. ഈസ പറഞ്ഞു, ഞാനാകുന്നു. ഉടനെ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറി. കാരണം ലേവ്യ പുസ്തകത്തിൻ്റെ തഫ്സീർ എഴുതിയപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാന ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്, വസ്ത്രം ധരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനും തലയിൽ അഭിഷേകതലം തളിക്കപ്പെട്ടവനും തൻ്റെ തലമുടി പിച്ചു ചിന്തുകയോ വസ്ത്രം കീറുകയോ ചെയ്യരുത്. അതിൻ്റെ തഫ്സീറിൽ, അതിൻ്റെ വ്യാഖ്യാന ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു മഹാപുരോഹിതനെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സമയത്ത് ചെയ്താൽ ആ ലേവ്യ പൗരോഹിത്യം അതോടുകൂടി അവസാനിക്കും. കാരണം എന്താ അറിയാമോ? ലേവ്യ മഹാപുരോഹിത്യം നിലനിൽക്കുന്നിടത്തോളം കാലം സകല ജാതികളും ഗോത്രക്കാരും ഭാഷക്കാരും വംശക്കാർക്കും ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. യഹൂദന്റെ ശുപാർശ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ സകല ജാതികൾക്കും വേണ്ടി, സകല ഭാഷക്കാർക്കും വേണ്ടി, സകല ഗോത്രക്കാർക്കും വേണ്ടി യേശു ക്രിസ്തു ക്രൂശിതനായി. കാരണം യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത്യം അന്നു മുതൽ ആരംഭിച്ചു. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ മഹാപുരോഹിതനായിട്ട് യേശുവിനെ യോഹന്നാൻ കാണുന്നത്, എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ ന്യായം വിസ്തരിച്ച സമയത്ത് മഹാപുരോഹിതൻ ഒരു കാര്യം ചെയ്തു, തൻ്റെ അംഗവസ്ത്രം കീറി. ദൈവം അതിനെ അപ്പാടെ അങ്ങ് അംഗീകരിച്ചു. ദൈവം അംഗീകരിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം വരുമ്പോൾ അവിടെ ദൈവാലയത്തിൻ്റെ മന്ദിരത്തിൻ്റെ മേൽ തൊട്ട് അടിയോളം ദൈവം അതങ്ങ് കീറിക്കൊടുത്തിട്ട് തൻ്റെ ദേഹമെന്ന തിരശ്ശീൽ കൂടെ സകല മനുഷ്യർക്കും ജീവന്റെ പുതുമാർഗത്തിലേക്ക് വന്ന് ഈ രക്ഷ സൗജന്യമായിട്ട് പ്രാപിക്കാനുള്ള അവസരം തന്നു. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടല്ല. എത്ര നേരം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും പുറത്തിറങ്ങി വീഴുമ്പോഴും നമുക്ക് ഉറപ്പില്ലല്ലോ സ്വർഗത്തിൽ പോകാമെന്ന്. ഉണ്ടോ? ഇല്ല. എന്നാൽ ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ ഇന്നിവിടെ വീണ് മരിച്ചാലും ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനൂടെ സ്വർഗത്തിൽ ഹല്ലേലൂയ അവിടെ വസിക്കുമെന്ന്. ആ ഒരു ഉറപ്പും ധൈര്യവും അക്ബർക്ക അങ്ങയ്ക്കും അങ്ങയുടെ അനുയായികൾക്കും ഉണ്ടോ? ഇല്ലെങ്കിൽ അങ്ങ് ഇത് ചിന്തിക്കണം. അങ്ങയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് യേശു മരിച്ചത്, അങ്ങയുടെ അനുയായികൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. ഈശ അല്ലാതെ മറ്റൊരു രക്ഷിതാവും ഈ ലോകത്തിലില്ല. നിങ്ങൾ എത്രമാത്രം വളച്ചുകൂട്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ ഉദ്ധരണികൾ കൊണ്ടുവന്നാലും അതൊക്കെ ശു എന്ന് പറഞ്ഞ് പോകത്തേ ഉള്ളൂ. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യ രക്ഷ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ, ഈശോയുടെ മരണത്തിൻ്റെ ക്രൂശീകരണത്തിൻ്റെ മുന്നോടിയായിട്ട് ഇബ്രാഹിം നബി ഒരു കാര്യം പറഞ്ഞിരുന്നു. ജെറി ബ്രദർ പറഞ്ഞു.
അക്ബർക്കയോട് എടക്കരയിൽ നടത്തിയായ മീറ്റിങ്ങിൽ ഇവിടെ ഇരിക്കുന്ന ബഹുമാനമുള്ള പൊടിയച്ചാൻ ഒരു ചോദ്യം ചോദിച്ചു. ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ മകനാണ് തെളിയിക്കാനുള്ള എന്തെങ്കിലും രേഖകൾ ഖുറാനിലുണ്ടോ? അവരൊറ്റ ചോദ്യമാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഉണ്ടെങ്കിൽ അതിന്റെ സൂറത്തിന്റെ ആയത്ത് അതെനിക്ക് തന്നാൽ മതി. വേറെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, അതിന്റെ ഉത്തരം നൽകുന്ന ആൾ തരും. അതിന് കണ്ടീഷൻ വെക്കരുത്. പരിശുദ്ധ ഖുർആനിൽ നേർക്ക് നേരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ഒറ്റ വചനവുമില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: ഖുറാന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ തിരുത്തപ്പെട്ടു, ബൈബിൾ റദ്ദാക്കി, കൈകടത്തി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പം അതുമേലൊന്നും തൊടണ്ട, അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങളുടെ വാദത്തിന് വേണ്ടി അംഗീകരിക്കണേ. അപ്പം നിങ്ങൾ വിശുദ്ധ ഖുറാനിൽ നിന്ന് തന്നെ, പരിശുദ്ധ ഖുറാനിൽ നിന്ന് തന്നെ തെളിയിക്കണം. എന്താ തെളിയിക്കേണ്ടത്? ഇബ്രാഹിം നബീൻ്റെ മകനാണ് ഇസ്മായിൽ എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അക്ബർക്കാണ് ഈച്ച് പറഞ്ഞെന്താണെന്ന് അറിയണ്ടേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ വാക്കുകളല്ല, CD ഉണ്ട്. എടക്കരയിൽ നടന്ന സംവാദത്തിൽ CD ഉണ്ട്. ഓരോറ്റ മുസ്ലിം പണ്ഡിതന്മാർ പോലും പറയാത്ത കാര്യമാണ്, തെറ്റായ ഒരു കാര്യമാണ് അക്ബർക്ക അവിടെ പറഞ്ഞത്, വിളിച്ചു പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരായിരിക്കുന്ന ധാർമ്മികരെ പോലുള്ള പണ്ഡിതന്മാരെ കുറിച്ചുള്ള പുച്ഛം കൊണ്ട് അവരിൽ നിന്ന് പഠിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് മൂപ്പര് വിളിച്ചു പറഞ്ഞത്. അപ്പം എവിടെയാ തെറ്റുപറ്റിയത്? അക്ബർക്കയ്ക്ക് തന്നെ തെറ്റുപറ്റിയത്, മറ്റാർക്കുമല്ല. അതുകൊണ്ട് അക്ബർക്ക എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം രക്ഷകനായി കൊണ്ട് നടക്കുന്ന കുറേ അനുയായികളുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പോലും പറയും, അതെ അക്ബർക്കുണ്ട്, നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചാണി നിങ്ങൾക്ക് മറുപടി കിട്ടും. അക്ബർക്കനോട് ചോദിച്ചാൽ ഇങ്ങനെയുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ പഠിക്കുക മനുഷ്യരെ, വേദം പഠിക്കുക. എന്തിനാ മറ്റുള്ളവരെ ആശ്രയിക്കണേ? ഞങ്ങളിപ്പോൾ മറ്റുള്ള മനുഷ്യരെ ആശ്രയിച്ചിട്ടല്ലല്ലോ ബൈബിൾ എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കി, സത്യം പോലെ അതിനകത്ത് എഴുതിയിരിക്കണേ, പകൽ പോലെ വെളിച്ചുള്ള പോലെ എഴുതി വെച്ചിരിക്കുമ്പോൾ എന്തിനാ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കണേ? അത് ശരിയോ എന്ന് തിരുവെഴുത്തുകളൊന്ന് പരിശോധിക്കാനുള്ള സാമാന്യ ബുദ്ധി കാണിക്കുക. വെറുതെ കിടന്ന് തർക്കിക്കാതെ, വെറുതെ കിടന്ന് ആക്രോശിക്കാതെ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ പഠിക്കാൻ നോക്ക്. സത്യം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. സത്യത്തിൻ്റെ ആത്മാവ്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് സകലവും വെളിപ്പെടുത്തി തരും. അപ്പം ഈ ഇബ്രാഹിം നബി തൻ്റെ പുത്രനുമായിട്ട് യാഗം കഴിക്കാൻ പോവുകയാണ്. മോരിയ പർവ്വതത്തിലേക്ക് പോകുന്ന പോക്കിൽ ഇബ്രാഹിം നബീൻ്റെ പുത്രൻ, അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു ഇസ്മായിലിനെ അല്ലാന്ന്. അപ്പോൾ പിന്നെ ആരാളുള്ളത്? അക്ബർക്കയുടെ ഭാഷയിൽ ഇസ്മായിൽ ഇബ്രാഹിം നബീൻ്റെ മകനല്ല എന്ന് ഖുറാനികമായിട്ട് സമ്മതിച്ചു. പിന്നെ ആരാളുള്ളത്? ഇസാഖാണല്ലേ. അപ്പോൾ ഇസാഖിനെ തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇസാഖ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. അപ്പോൾ ഇസാഖിനെ കൂട്ടി ഇങ്ങനെ പോവുക മൂപ്പര്. പോകുന്ന പോക്കിൽ ആ കുഞ്ഞു മകൻ ഒരു ചോദ്യം ചോദിക്കുന്നു. കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? വിറകും കത്തിയും ഒക്കെ നമുക്കുണ്ട്. വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്. പക്ഷേ യാഗം കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ? ആടുകുട്ടിയില്ലാണ്ട് എങ്ങനെ നമ്മുടെ യാഗം പൂർണ്ണമാകും? ഇബ്രാഹിം നബിനോട് തൻ്റെ പുത്രൻ, വാത്സല്യപുത്രനായിരിക്കുന്ന, ഏകജാതനായിരിക്കുന്ന ഇസ്ഹാക്ക് നബി ചോദിക്കുകയാണ്. അപ്പം അന്ന് ഇബ്രാഹിം നബി വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാള് കാണുവാൻ കൊതിച്ചതായ ഇബ്രാഹിം നബി പറയുകയാണ്, മകനെ, കുഞ്ഞു മകനെ, ദൈവം തനിക്ക് യാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ദൈവം തനിക്കുള്ള യാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളുമെന്ന് ഇബ്രാഹിം നബി ഇസ്ഹാക്ക് നബിയോട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ പൂർത്തീകരണം യോർദാൻ നദിക്കരയിലൂടെ കടന്നു വരുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് യഹിയാ നബി വിളിച്ചു പറയുകയാണ്. എന്താ പറയണത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് അറുക്കപ്പെടുവാൻ വേണ്ടി വരികയാണ്. ആ കുഞ്ഞാട് യാഗമായി വരുവാൻ പോവുകയാണ്. ആ കുഞ്ഞാട് വന്നു സ്നാനം സ്വീകരിക്കാനായിട്ട്. യാഹിയ നബിയുടെ അടുക്കൽ സ്നാനം സ്വീകരിക്കാനായിട്ട് വന്നു. എന്തിനാ വന്നതെന്നറിയാം? ഈസ സ്നാനം സ്വീകരിച്ചു. ആ സ്നാനത്തിന് പഴയ നിയമത്തിന്റെ നിവൃത്തിയുണ്ട്. അതാണ് പറഞ്ഞത്, ഇങ്ങനെ എല്ലാ നീതിയും നിറവേറട്ടെ. എന്തായിരുന്നു ആ നീതി? ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിലും പുറപ്പാട് പുസ്തകത്തിന്റെ 24-ാം അധ്യായം മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മഹാപുരോഹിതൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ യാഗം കഴിക്കാൻ വേണ്ടി ഒരു യാഗവസ്തുവിനെയും കൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നാൽ യാഗപീഠത്തിൽ അതിനെ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ കഴുകണം. അത് ശുദ്ധീകരിക്കുന്നതിന്റെ പ്രക്രിയയാണ് കഴുകണം. അപ്പം യാഗമൃഗത്തെ കഴുകണം. 2, ഈ യാഗം കഴിക്കാൻ പോകുന്ന പുരോഹിതൻ തന്നെ സ്വയമേ നിമഞ്ജനം ചെയ്യണം. അവൻ കഴുകണം, അവനെ ശുദ്ധനാക്കണം. അപ്പോൾ അവൻ യാഗം കഴിക്കാനുള്ള മൃഗത്തെ കഴുകണം, യാഗം കഴിക്കുവാൻ പോകുന്ന പുരോഹിതനും കഴുകണം. ഇവിടെ ഈസാ മസീഹ് യാഹിയ നബിയുടെ അടുക്കലേക്ക് വരുമ്പോൾ ഈസ യാഗമൃഗവുമാണ്, അവൻ തന്നെ യാഗം കഴിക്കാനുള്ള മഹാപുരോഹിതനുമാണ്.
അതുകൊണ്ട് ഈശ പറയുകയാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിറവേറപ്പെടട്ടെ. നീതി നിറവേറുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അത് പഴയ നിയമത്തിൽ യാഗത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുത്തുന്നതായ അവസ്ഥയ്ക്കാണ്. ഇവിടെ താൻ തന്നെയാണ് മഹാപുരോഹിതൻ, ഇവിടെ താൻ തന്നെയാണ് യാഗം മൃഗം. അതുകൊണ്ട് ഈശോയുടെ ആ സ്നാനത്തിൽ തന്നെ മരണത്തിന്റെ ഒരു തെളിവായിരുന്നു. അതുകൊണ്ട് ഈശ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യത്തെ തൃണവൽക്കരിക്കാൻ ആരെങ്കിലും ഉദ്യമിച്ചാൽ അവർ ദൈവിക മാർഗത്തിലല്ല എന്ന് മാത്രമേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളൂ. അത് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ ദൈവിക മാർഗത്തിലാണോ സഞ്ചരിക്കുന്നത്? ഈശായുടെ മരണം കൂടാതെ അപ്പോൾ അവർ എടുത്തുകൊണ്ട് വരും. എന്താണ് യെരമ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടില്ലേ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാ മക്കളുടെ പല്ല് പൊളിക്കൂലാന്ന്. അതൊരു സോഷ്യൽ ഈവിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സാമൂഹ്യമായ ഈവിൾ, തിന്മയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എടുത്തുകൊണ്ട് വരാനുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഓർത്തുകൊള്ളുക, അതൊക്കെ ഒരു സാമൂഹ്യ തിന്മ, ഒരു കോണ്ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ആലങ്കാരികമായ പദങ്ങളുണ്ട്, ഉപമകളുണ്ട്, അതിനകത്ത് പല വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ശാസ്ത്രത്തിൽ, നീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വ്യാഖ്യാനിക്കാനും പഠിക്കുവാനും. അപ്പോൾ സത്യം മനസ്സിലാകും. അത് മനസ്സ് കാണിക്കാതെ അഗ്രിക്കയും കൂട്ടരും ഇങ്ങനെ തെറ്റായ പ്രചരണങ്ങൾ നടത്തരുതെന്നുള്ള അഭ്യർത്ഥനയോടുകൂടെ ഒരിക്കലൂടെ എന്നെ കേട്ടതായ, ഞങ്ങളെ ശ്രവിച്ചതായ ഈ ദേശത്തുള്ള എല്ലാ മാന്യ വ്യക്തികളോടും, പ്രത്യേകിച്ച് എൻ്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, അക്ബറുക്കയുമായിട്ട് നേരടിയായിട്ട് ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഒരിക്കൽ ഞങ്ങൾ എഗ്രിമെൻ്റ് ഒപ്പിട്ടതാണ്. എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആളുകൾ വന്ന് പറഞ്ഞു, സഹീഹായിട്ടുള്ള ഹദീസുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഏതാണെന്നുള്ളത് ചോദിച്ചാൽ അത് സഹീഹായത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഏതാണെന്ന് പറ, അത് സഹീഹായത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഈ സംവാദത്തിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാർ, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോവാ. നമ്മൾ സംവാദത്തിന് തയ്യാറാണ്. അതിന് വരുന്ന ചെലവിൽ 50% ഞങ്ങളും വഹിക്കാം, 50% നിങ്ങളും വഹിക്കുക. ഞങ്ങൾ വേദപുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നോ പറയുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നില്ല എന്ന് അവിടെ വെച്ച് പറയാം. അതുപോലെ ഞങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലെ, നിങ്ങൾ തഫ്സീറുകളിൽ നിന്നോ നിങ്ങളുടെ സീറയിൽ നിന്നോ എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി. കാരണം അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസംഗർക്കുണ്ടല്ലോ, പ്രഭാഷകർക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തയ്യാറാണ്. നമ്മുടെ ഒന്നാമത്തെ വിഷയം തന്നെ എന്തായിരിക്കണം എന്നുള്ളതും 13 വിഷയം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം എന്തായിരിക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടാണ് പിന്നീട് മാറിയത്. രക്ഷയുടെ മാർഗം യേശു ക്രിസ്തു. സ്വർഗത്തിലേക്ക് പോകണമോ, ദൈവത്തെ ആരാധിക്കണമോ, അതിന് യേശു ക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനും. ആ സത്യത്തിൽ വരുവാനും ആ സത്യത്തിൽ ജീവിക്കുവാനും സ്വർഗം പ്രാപിക്കുവാനും സ്വർഗീയ മക്കളായി ജീവിക്കുവാൻ, ഈ ഭൂമിതലത്തിൽ നിന്ന് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കലൂടെ നന്ദി അറിയിച്ചുകൊണ്ട്, ഇതിൻ്റെ സംഘാടകരോടുള്ള കടപ്പാട് ഞങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.